بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على حبيبك الأعظم وعلى آل وأصحاب حبيبك الأعظم بعدد كل معلوم لك ونشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله أما بعد ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ, നാം വിശുദ്ധ മൗലിദുൽ ഹുസ്നൈനിയുടെ 18ാമത്തെ ഹിസ്ബിന്റെ അവസാനത്തെ ഹദീസിലാണുള്ളത്. ഈ അധ്യായത്തിൽ 18ാം അധ്യായത്തിൽ നാം വിവരിച്ചത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാപ സുരക്ഷയെക്കുറിച്ചാണ്. അവിടുത്തെ പാപ സുരക്ഷയിലുള്ള അവിടുത്തെ സമ്പൂർണത, മറ്റൊരു സൃഷ്ടിക്കുമില്ലാത്ത സമ്പൂർണത. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ ഹബീബിക്കൽ അഅ്ലം വഅലാ ആലിഹി മാദാമൽ മലവാൻ. അല്ലാഹുവേ, നിന്റെ പ്രകീർത്തനം, രക്ഷ, സമൃദ്ധി എന്നിവ നിന്റെ പരമോന്നത പ്രിയനും അവിടുത്തെ ബന്ധുക്കൾക്കും ദിനരാത്രങ്ങളുള്ള കാലത്തോളം നീ നൽകണേ. അല്ലദീ ഖൗലുഹു തആല അൻഹു, ആ തിരുനബിയെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞ വാക്ക് വവജദക ളാല്ലൻ ഫഹദ, വവജദക ളാല്ലൻ ഫഹദ. അതില് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്പൂർണമായ പാപ സുരക്ഷയുണ്ടെന്ന് പറയുമ്പോൾ അവിഷേകമായി സംശയമായി വരുന്ന ഒരു ദിവ്യസൂക്തമാണ് നാം ഈ കേട്ടത്. കാരണം അതിന്റെ അർത്ഥം വവജദക ളാല്ലൻ, അല്ലാഹു നിങ്ങളെ വഴി അറിയാത്തവരായി എത്തിച്ചു. ഫഹദ, അപ്പോൾ അല്ലാഹു തആല നിങ്ങൾക്ക് മാർഗദർശനം നൽകിയത്. അപ്പൊ ളാല് എന്ന് പറയുന്ന വാക്കിന് വഴി തെറ്റിയവൻ എന്നും വഴി അറിയാത്തവൻ എന്നുമൊക്കെയാണ് അർത്ഥം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴി തെറ്റിയ ആളാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോകും. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? ആ ആയത്തിന്റെ അർത്ഥം എന്താ? ദിവ്യ സൂക്തത്തിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു നിങ്ങളെ വഴി അറിയാത്ത ആളായി എത്തിച്ചു. അങ്ങനെ അള്ളാഹു നിങ്ങൾക്ക് ദർശനം നൽകി, മാർഗദർശനം നൽകി. ഇതെന്തിലേക്കുള്ള വഴിയാണ്? അവിടെയാണ് വിഷയം. സത്യത്തിൽ നിന്നും വഴി തെറ്റി എന്നല്ല ഈ പറയുന്നത്. സത്യത്തിൽ നിന്ന് വഴി തെറ്റി എന്നല്ല പറയുന്നത്. മറിച്ച് അതിന്റെ മീനിങ്, അതിന്റെ വ്യാഖ്യാനം മൗലിദുൽ ഹുസ്നൈനി പറയുന്നു, ഐ ഗൈറ മുഹ്തദിൻ ലിന്നുബുവ്വതി വൽ ഇർഫാൻ. പ്രവാചകത്വത്തിലേക്കും ദിവ്യജ്ഞാനത്തിലേക്കും വഴി അറിയാത്ത ആളായി എങ്ങനെ പ്രവാചകത്വത്തിലേക്ക് എത്തുമെന്നും എങ്ങനെ ദിവ്യജ്ഞാനത്തിലേക്ക് എത്തുമെന്നും അറിയാത്ത ആളായി നിങ്ങളെ അല്ലാഹു തആല എത്തിച്ചു. അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഫഹദാക ഇലൈഹ, അല്ലാഹു നിങ്ങൾക്ക് പ്രവാചകത്വം നൽകി, പ്രവാചകത്വത്തിലേക്ക് വഴി തെളിയിച്ചു തന്നു. പ്രവാചകത്വത്തിലേക്ക് നിങ്ങൾക്ക് അല്ലാഹു മാർഗദർശനം നൽകി. ദിവ്യജ്ഞാനത്തിലേക്കും നിങ്ങൾക്ക് അല്ലാഹു മാർഗദർശനം നൽകി. അപ്പൊ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, അല്ലാഹു തആല ഈ പറഞ്ഞ് എത്തിച്ചു, അല്ലാഹു നിങ്ങളെ വഴി അറിയാത്ത ആളായി എത്തിച്ചു എന്ന് പറഞ്ഞത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ പ്രസവിക്കപ്പെട്ട ശേഷമല്ല, ഭൂമിയിൽ പ്രസവിക്കപ്പെട്ട ശേഷം ഉണ്ടായ സംഭവമല്ല. മറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാത്ത മലക്കുകളെ പോലും പടക്കാത്ത സമയം, ആരും പടക്കാത്തൊരു സമയം, മുത്തുനബി അല്ലാതെ ആരും പഠിച്ചിട്ടില്ല. അള്ളാഹു ഉണ്ട്,
പിന്നെ അള്ളാഹു തആല മുത്തുനബിനെ പഠിച്ചു. ആ സമയത്ത് ഉള്ള അവസ്ഥയിൽ അന്നേരം മുത്തുനബിക്ക് ദിവ്യജ്ഞാനല്ല, അള്ളാഹുവിനെ പറ്റി കൂടുതൽ വിവരം ഇല്ല, പ്രവാചകത്വവും ലഭിച്ചിട്ടില്ല. അപ്പൊ അള്ളാഹു തആല മുത്തുനബിനെ പഠിച്ച് പിന്നെ അള്ളാഹു ആദ്യം നൽകിയത് മുത്തുനബിയോടുള്ള സംബോധനയാണ് എന്ന് നേരത്തെ നാം വിവരിച്ചിട്ടുണ്ട്. ആ സംബോധനയിൽ അടങ്ങിയിട്ടുണ്ട് ദിവ്യജ്ഞാനം. അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുത്തി കൊടുത്തു. അള്ളാഹു മറ്റൊരു മാധ്യമമില്ലാതെ ഡയറക്റ്റ് ഒരൊറ്റ സൃഷ്ടിയുടെയും മാധ്യമമില്ലാതെ പ്രത്യക്ഷത്തിലും പരോക്ഷമായും തീരെ മാധ്യമമില്ലാതെ അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അള്ളാഹു ഒരു സൃഷ്ടിയുടെയും മാധ്യമമില്ലാതെ പ്രവാചകത്വം ആർക്കെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അതൊരൊറ്റ വ്യക്തി മാത്രം, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കിയുള്ള മുഴുവൻ മലക്കുകൾക്കും മുഴുവൻ അംബിയാ മുർസലീങ്ങൾക്കും മുഴുവൻ സൃഷ്ടികൾക്കും അർശ്, കുർസി, ആകാശം എന്തൊക്കെയുണ്ടോ അവക്കൊക്കെ അല്ലാഹു തആലയെ പരിചയപ്പെടുത്തി കൊടുത്തത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ് അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്തത്. അവർക്ക് കിട്ടുന്നത് ഡയറക്റ്റ് ഒരു മലക്കിന്റെ സേവ ഇല്ലാതെ അവർക്ക് ഔലിയായിന് അല്ലെങ്കിൽ അംബിയായിന് സന്ദേശം വരുന്നു, ദിവ്യ സന്ദേശം വരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിലും, പ്രത്യക്ഷത്തിലാണ് തോന്നുന്നുണ്ടെങ്കിലും, അവിടെ പരോക്ഷമായി പ്രവർത്തിക്കുന്ന ഒരു മലക്കുണ്ട്, അതായത് ഒരു ദൂതനുണ്ട്. അത് ഏത് പ്രവാചകനാണെങ്കിലും ഏത് വലിയാണെങ്കിലും ഏത് കുത്തുബാണെങ്കിലും, എത്ര വലിയ കുത്തുബുല്ല കുത്തോബാണെങ്കിലും എത്ര വലിയ മലക്കാണെങ്കിലും ആ മലക്ക് ഈ പറയപ്പെട്ട ഏത് സ്റ്റാൻഡേർഡിലുള്ള ആളുകളും സൃഷ്ടികളും അവർക്ക് ദിവ്യ സന്ദേശം എത്തുന്നു. പ്രത്യക്ഷത്തിൽ ഒരു മാധ്യമമില്ലാതെ ദിവ്യ സന്ദേശം എത്തുന്നു എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ശരിയാ, അത് പ്രത്യക്ഷത്തിൽ അങ്ങനെ എത്തുന്നുണ്ട്. പക്ഷേ അവിടെ പരോക്ഷമായി ആ ദിവ്യ സന്ദേശം സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാധ്യമത്തോടെ മാത്രമാണ് എത്തുന്നത്. നൂറ് മുഹമ്മദിയുടെ മാധ്യമത്തോടുകൂടെ, ഹഖീഖത്ത് മുഹമ്മദിയത്തിന്റെ മാധ്യമത്തോടെ, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ മാധ്യമത്തോടെ മാത്രമാണ് എത്തുന്നത്. അതാണ് ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് മുത്തുനബിയെ കുറിച്ച് പറഞ്ഞത് അൽ വാസിത്തത്തുൽ ഉൽമാ, നിരുപാധികം ഏറ്റവും പരമോന്നതമായ മാധ്യമം, അള്ളാഹുവിന്റെയും മറ്റു സൃഷ്ടികൾക്കിടയിലുമുള്ള പരമോന്നത മാധ്യമം. അതിനപ്പുറത്തിഞ്ചൊരു മാധ്യമം ഇല്ല, അള്ളാഹു മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള വാസിത്ത അള്ളാഹുവിന്റെയും സൃഷ്ടികൾക്കിടയിൽ ഒരു മധ്യവർത്തിയായി പ്രവർത്തിക്കുന്ന മാധ്യമമുണ്ടെങ്കിൽ അത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വവജദക ളാല്ലൻ, പ്രവാചകത്വത്തിലേക്കും ദിവ്യജ്ഞാനത്തിലേക്കും നിങ്ങൾക്ക് അള്ളാഹു ദർശനം നൽകി. നിങ്ങൾ അങ്ങനെ അതിലേക്കുള്ള വഴി അറിയാത്ത ആളായി അള്ളാഹു നിങ്ങളെ എത്തിച്ചപ്പോൾ, ആ എത്തിച്ചത് ഇവിടുന്നല്ല, അത് ആത്മീയ ലോകത്താണ്. ആത്മാക്കളുടെ ലോകം, ഭൂമിയും ആകാശവും അർശും കുർസിയും മലക്കും ഒക്കെ പടക്കുന്നതിന് മുമ്പ് ഉള്ള ആത്മാക്കളുടെ ലോകം. അന്ന് ആത്മാക്കളും ഇല്ല. അന്ന് പ്രഥമാത്മാവായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മാത്രമേ ഉള്ളൂ. അതാ പറയുന്നത് വഖഅ ഫീ ആലമിൽ ഗൈബ്, അദൃശ്യ ലോകത്താണ് ഹാദൽ വിജ്ദാൻ, അള്ളാഹു എത്തിച്ചു എന്ന് പറയുന്ന ഈ സംഭവം നടന്നത് അദൃശ്യ ലോകത്താണ്. ഇവിടെ നടന്ന സംഭവമല്ല, ഭൂമിയിൽ നടന്ന സംഭവമല്ല, അദൃശ്യ ലോകത്താണ് ഇത് സംഭവിച്ചത്. ആ അദൃശ്യ ലോകം എന്ന് പറയുന്നത് പിന്നീട് ആലമുൽ അർവാഹ്, അന്ന് ആലമുൽ അർവാഹ് എന്ന് പറയാനായിട്ടില്ല, കാരണം അന്ന് തിരുനബി മാത്രമേ ഉള്ളൂ. ആലമുൽ ഗൈബ് എന്ന് എന്തായാലും പറയാം, അദൃശ്യ ലോകം എന്ന് പറയാം. അന്ന് ആകാശത്ത് വെച്ച് എന്ന് പറയാൻ പറ്റൂല, ആകാശം അന്നില്ല. അന്ന് അർശ് എന്ന് പറയാൻ അർശ് അന്നില്ല.
അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് ഉള്ളത്. അപ്പോൾ അദൃശ്യ ലോകം. ഔ ഫാഖിദൻ ലിഉലൂമിൻ ഫിൽ ഹഖീഖത്തിൽ മുഹമ്മദിയ്യ, അല്ലെങ്കിൽ വവജദക ളാല്ലൻ എന്ന് പറഞ്ഞ സംഭവം അതിന്റെ അർത്ഥം ഹഖീഖത്ത് മുഹമ്മദിയത്തിൽ ലോകാന്ത്യം വരെ വരാനിരിക്കുന്നത് മാത്രമല്ല, ലോകാന്ത്യ ശേഷവും ഖിയാമത്ത് നാളിന്റെ ശേഷവും വരാനിരിക്കുന്ന എല്ലാ അറിവുകളും ഹഖീഖത്ത് മുഹമ്മദിയത്തിലെ നൂറ് മുഹമ്മദിയിൽ ഉണ്ട്. അള്ളാഹു നൽകപ്പെട്ടിട്ടുണ്ട്, നേരത്തെ നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഹഖീഖത്ത് മുഹമ്മദിയത്തിന് നൽകപ്പെട്ട നൂറ് മുഹമ്മദിയിൽ നൽകപ്പെട്ട ആ അറിവ് പലപ്പോഴും അല്ലാഹു തആല അതിന് മറ നൽകാറുണ്ട്, അത് മറച്ചു വെക്കാറുണ്ട്. ഭൂമിയിൽ ഉണ്ടായിരുന്ന സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില സമയത്ത് അത് അറിയാതിരിക്കാൻ വേണ്ടി അതിന് മറ കൊടുക്കാറുണ്ട്. അതാണ് ഇതിന്റെ അർത്ഥം. ഔ ഫാഖിദൻ ലിഉലൂമിൻ ഫിൽ ഹഖീഖത്തിൽ മുഹമ്മദിയ്യ. വവജദക ളാല്ലൻ, വഴി അറിയാത്ത ആള് എന്ന് പറഞ്ഞാൽ ഹഖീഖത്ത് മുഹമ്മദിയത്തിൽ നിക്ഷേപിക്കപ്പെട്ട, ഹഖീഖത്ത് മുഹമ്മദിയത്തിൽ നൽകപ്പെട്ട ചില അറിവുകളെ എത്തിക്കാത്തവരായി, നഷ്ടപ്പെട്ടവരായി, ആ അറിവിനെ ലഭിക്കാത്തവരായി നിങ്ങളെ അല്ലാഹു തആല എത്തിച്ചു. അതെവിടെ? അത് റസൂലുള്ളാഹി പ്രസവിക്കപ്പെട്ട് 40-ാം വയസ്സിൽ പ്രവാചകത്വ പ്രഖ്യാപനത്തിനുള്ള അനുമതി ലഭിക്കുന്ന ആ ടൈം, ആ കാലയളവില് ഹഖീഖത്ത് മുഹമ്മദിയത്തിൽ ഉണ്ടായിരുന്ന പല പല അറിവുകൾ, പ്രധാനപ്പെട്ട അറിവുകൾ, പിന്നീട് നബുവത്തിന്റെ ശേഷം അറിഞ്ഞ അറിവുകളൊക്കെ, പല അറിവുകളും പ്രസവിക്കപ്പെട്ട് 40 വയസ്സാവുന്നതിന്റെ ഇടയിൽ അല്ലാഹു തആല മറച്ചു വെച്ചു. കാരണം ആ അറിവൊക്കെ മറയില്ലാതെ നിൽക്കുകയാണെങ്കിൽ കുട്ടിപ്രായത്തിലുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെയോ ആ അറിവിലുള്ളത് വിളിച്ചു പറയും, മറ്റുള്ളവരോട് പങ്കുവെക്കും. അങ്ങനെ പങ്കുവെച്ചു കഴിഞ്ഞാൽ അത് 40 വയസ്സിന് ശേഷം ഉള്ള പ്രവാചകത്വത്തിന് അത് വിശ്വസിക്കപ്പെടാൻ വിഘാതമാണ്. ജനങ്ങൾക്ക് സംശയം വരും, ഈ കുട്ടിക്ക് ചെറുപ്പം മുതൽക്ക് എന്തോ ജിന്നുബാധ കൂടിയതാണ്, ഇങ്ങനൊക്കെ സംശയങ്ങൾ. അപ്പൊ അങ്ങനെ സംശയങ്ങൾ വരാതിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംശയമുണ്ടാകാത്ത രൂപത്തിൽ, ഒരു അത്ഭുത ബാലനാണെന്നറിയാം, ഒരു സംശയം വരാത്ത രൂപത്തിൽ ഉള്ള സംസാരങ്ങളും ഇടപെടലുകളുമായി 40 വയസ്സ് വരെ ഏറ്റവും നല്ലൊരു മനുഷ്യനായി പ്രവർത്തിച്ചു. 40 വയസ്സ് വരെ ഏറ്റവും നല്ല സ്വഭാവം, ഏറ്റവും നല്ല വാക്കുകൾ, ഏറ്റവും വലിയ നല്ല യുക്തികൾ, അങ്ങനെയായി പ്രവർത്തിച്ചു. എന്നല്ലാതെ പിന്നീട് ഖുർആനിലൂടെ പറയാൻ പോകുന്ന ദിവ്യ സന്ദേശത്തിലൂടെ മാത്രം ലഭിക്കുന്ന അറിവുകൾ അത് നേരത്തെ തന്നെ ലഭിച്ചാൽ അത് ജിന്നുബാധയായിട്ടോ വേറെന്തോ സംഭവമായിട്ട് ജനങ്ങൾ കൂട്ടി അതിന്റെ സൈഡ് എഫക്റ്റ് പിന്നീട് 40-ാം വയസ്സിന് ശേഷം പ്രവാചകത്വ പ്രഖ്യാപനത്തിന്റെ സമയത്ത് ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് അത് അല്ലാഹു മറയിട്ട് വെച്ചിരുന്നു. അതിനെ കുറിച്ചാണ് പറയുന്നത് ഫാഖിദൻ ലിഉലൂമിൻ ഫിൽ ഹഖീഖത്തുൽ മുഹമ്മദിയ്യ. ഹഖീഖത്ത് മുഹമ്മദിയത്തിൽ ഉണ്ടായിരുന്ന പല അറിവുകളെയും അല്ലാഹു തആല നിങ്ങൾ പല അറിവുകളെയും നിങ്ങൾ ഇല്ലാതെ ആക്കിയവരായി നിങ്ങളെ അല്ലാഹു എത്തിച്ചു. പ്രസവിക്കപ്പെടുന്നതിന് മുമ്പ് അറിവുണ്ടായിരുന്നു, പ്രസവിക്കപ്പെട്ടപ്പോൾ പല അറിവുകളും ഇല്ല, നഷ്ടപ്പെട്ടതായിട്ട് നിങ്ങളെ അല്ലാഹു തആല എത്തിച്ചു. ഫൽ വിജ്ദാനു ഫി ആലമിൽ ജുസ്മാൻ. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ, അങ്ങനെ മീനിങ് കൊടുക്കുമ്പോൾ അല്ലാഹു എത്തിച്ചു എന്ന് പറയുന്ന ഈ സംഭവം അത് ഭൗതിക ലോകത്തുണ്ടായതാണ്, പ്രസവിക്കപ്പെട്ട ശേഷം ഉണ്ടായതാണ്. ഫഹദാക ഇലൈഹ. ഫഹദ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പിന്നീട് അല്ലാഹു തആല അറിവൊക്കെ നിങ്ങൾക്ക് നൽകി. 40 വയസ്സിന് ശേഷം ആ മറങ്ങ് നീക്കി, അല്ലാഹു തആല ഇട്ട് തന്ന മറ നീക്കി. അപ്പൊ വീണ്ടും അല്ലാഹു നേരത്തെ നൽകപ്പെട്ട ആ അപാരമായ അറിവ്, ഒരു സൃഷ്ടിക്കുമില്ലാത്ത, ഒരു മലക്കിനുമില്ലാത്ത അറിവ് വീണ്ടും തിരുനബിക്കത്
ഗ്രഹിക്കാൻ സാധിച്ചു. അതാണ് ഫഹദാക ഇലൈഹ. ഫഹദ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പിന്നീട് അല്ലാഹു തആല ആ അപാരമായ അറിവിലേക്ക് അങ്ങേക്ക് ദർശനം നൽകി. ഫിൽ 40 40 വയസ്സിലാണത്. 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷം 41ാമത്തെ വയസ്സ് 40 വയസ്സിന് 40ആം വയസ്സിന് നുബുവത്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 41ാം വയസ്സ് പൂർത്തിയാണതിന് മുമ്പ് എന്നൊക്കെ 40ആം വയസ്സ് എന്നാണ് പറയുക. അത് 40ആം വയസ്സിന് നുബുവത്ത് കിട്ടിയെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ബികശ്ഫിൽ കിനാൻ. എങ്ങനെയാണ് ദർശനം നൽകിയത്? അങ്ങക്കുണ്ടായിരുന്ന ആ മറയെ അല്ലാഹു നീക്കി തരൽ കൊണ്ട്. ഫല്ലലാലു. അപ്പോൾ ഇവിടെ പറഞ്ഞ ലലാല് എന്ന് പറയുന്ന വാക്ക്, ലലാല് എന്ന് പറഞ്ഞാൽ അൽ അദമു വൽ ഫുഖ്ദാൻ. ലലാല് എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാവുക. ലലാല് എന്ന് പറഞ്ഞ വാക്കിന് ഭാഷാർത്ഥം ഇല്ലായ്മ, നഷ്ടപ്പെടൽ എന്നൊക്കെയാണ്. നഷ്ടപ്പെട്ടു പോവുക, ഇല്ലാതെയായി പോവുക. ഇനി ഭാഷയിൽ വേറെയും അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞ മൂന്നാമത്തെ അർത്ഥം മുഹിബ്ബൻ. അല്ലാഹു നിങ്ങളെ സ്നേഹിയായി എത്തിച്ചു. അല്ലാഹുവിനെ സ്നേഹിക്കുന്ന, അല്ലാഹുവിനെ പ്രേമിക്കുന്ന വ്യക്തിയായി എത്തിച്ചു. ഫാദാ. അല്ലാഹുവിനെ മാത്രം സ്നേഹിക്കുന്ന പ്രേമിക്കുന്ന വ്യക്തിയായി നിങ്ങൾ അല്ലാഹു എത്തിച്ചപ്പോ അല്ലാഹു നിങ്ങൾക്ക് സമ്പൂർണമായ ദിവ്യ സാമീപ്യവും അറിവും നൽകി. ഫഖദ് അത്തല്ലാലു. ലലാല് എന്ന് പറയുന്ന പദം ബിമഅനൽ ഹുബ്ബി ഫിൽ ലിസാൻ, ഭാഷയിൽ സ്നേഹമെന്ന അർത്ഥത്തിന് വന്നിട്ടുണ്ട്. ഫഹദാ. അല്ലാഹു നിങ്ങളെ സ്നേഹിയായി എത്തിച്ചപ്പോൾ ഫഹദാ ഇലാ കമാലിൽ ഇർഫാനി വൽ ഖുർബാൻ, സമ്പൂർണമായ ദിവ്യജ്ഞാനത്തിലേക്കും അല്ലാഹുവിലെ ദിവ്യ സാമീപ്യത്തിലേക്കും അല്ലാഹു നിങ്ങൾക്ക് ദർശനം നൽകി, ചേർത്തി. അപ്പോ വവജദക ളല്ലം ഫഹദ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായി. ഇനി വഖൗലുഹു തആല വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ലഹ്റക. അത് മറ്റൊരു സംശയം വരുന്ന മറ്റൊരു സൂക്തമാണ്. വവളഅനാ അൻക വിസ്റക. വിസ്റക്ക്, വിസ്ർ എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട് ഭാഷയിൽ. വിസ്ർ എന്ന് പറഞ്ഞാൽ തെറ്റ്, പാപം എന്നർത്ഥമുണ്ട്. അപ്പൊ നിങ്ങളുടെ പാപത്തെ നിങ്ങൾക്ക് നാം പുറത്തു തന്നു എന്നൊരർത്ഥം വെക്കാൻ സാധ്യത ഉണ്ട്. അങ്ങനെ അർത്ഥം മനസ്സിൽ വെക്കുന്നത് തെറ്റാണ്. അത് തെറ്റായ വ്യാഖ്യാനാണ്. അങ്ങനെ റസൂലുള്ളാഹിക്ക് പാപമല്ല. വിസ്ർ എന്ന് പറയുന്ന വാക്കിന് ഭാരം എന്നർത്ഥമുണ്ട്. അതാണ് ഇവിടെ ശരി. അതിന് ഉപോത്ബലകമാണ് അല്ലദീ അൻഖള ലഹ്റക എന്ന് പറഞ്ഞത്. നിങ്ങളെ മുതുകിനെ ഞെരുക്കിക്കളഞ്ഞ. മുതുകിനെ ഞെരുക്കിക്കളയല് ദോഷമില്ലല്ലോ. മുതുകിനെ ഞെരുക്കിക്കളഞ്ഞ ഭാരം, ആ ഭാരത്തെ അങ്ങയിൽ നിന്ന് അല്ലാഹു തആല മാറ്റിവെച്ചു. ആ ഭാരം നിങ്ങൾക്ക് ഇറക്കി വെച്ച് തന്നു. എന്താണ് ആ ഭാരം? അത് നമുക്ക് ചർച്ച ചെയ്യാം. വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ലഹ്റക. അതിന്റെ അർത്ഥം ഐ വവളഅനാ സിഖലൽ റിസാലത്തി ഇലൽ ഇൻസി വൽ ജാൻ. മനുഷ്യരിലേക്കും ജിന്ന് വർഗങ്ങളിലേക്കും സന്ദേശം, ദിവ്യ സന്ദേശം, ഏകമതത്തിന്റെ മതത്തെക്കുറിച്ചുള്ള പ്രബോധനവും സന്ദേശവും, ആ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വലിയ ഭാരമാണ്. ആ ഭാരത്തെ നാം നിങ്ങൾക്ക് ഇറക്കി വെച്ച് തന്നു. കാരണം മക്കക്കാർക്ക്, മക്കയിലും പ്രദേശത്തും ജീവിക്കുന്ന ആളുകൾക്ക് തൗഹീദ് എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. അവരെല്ലാവരും വിഗ്രഹാരാധകരാണ്. അവരോട് ഈ വിഗ്രഹങ്ങളെല്ലാം മിഥ്യകളാണ്, ഈ വിഗ്രഹങ്ങള് ദൈവങ്ങളല്ല, അവർക്ക് ആരാധിക്കാൻ പാടില്ല, യഥാർത്ഥ അല്ലാഹുവിനെ ആരാധിക്കണം, അവനെ കാണുന്നില്ലെങ്കിലും കാണാതെ തന്നെ അവനെ ഉൾക്കൊണ്ട് ആരാധിക്കണം എന്ന് പറഞ്ഞാല് അവർക്കത് ഉൾക്കൊള്ളാൻ, മനസ്സിലാക്കാൻ പ്രയാസമാണ്. അത് എങ്ങനെയാണ് അവരോട് ഞാൻ ഇത് അവതരിപ്പിക്കുക, അവർ എങ്ങനെ എന്നോട് പ്രതികരിക്കും എന്നുള്ള ഒരു ബേജാറ്, വലിയൊരു ഭാരം നബി തങ്ങൾക്ക്
പിന്നെ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പ്രവാചകനായി, മക്കക്കാരിലേക്ക് പ്രവാചകനായി, എല്ലാവരിലേക്കുള്ള പ്രവാചകനായി, പ്രത്യേകിച്ച് മക്കക്കാരിലേക്ക് അയക്കപ്പെട്ടപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഭാരം തോന്നി. പക്ഷെ ആ ഭാരം അല്ലാഹു തആല കാലക്രമേണ അല്ലാഹു അത് ഇറക്കി വെച്ചു കൊടുത്തു. കുറെ ആളുകൾ തിരുനബിയെ കൊണ്ട് വിശ്വസിക്കുകയും വിഗ്രഹങ്ങളെ ഒഴിവാക്കുകയും ചെയ്തു. അല്ലദീ അൻഖള ലഹ്റക ഐ അസ്ഖല ലഹ്റക, നിങ്ങളെ മുതുകിനെ ഭാരമാക്കിയ, നിങ്ങളെ മുതുകിനെ വല്ലാതെ ബുദ്ധിമുട്ടാക്കിയ, ഭാരമാക്കിയ ആ ഭാരത്തെ അല്ലാഹു തആല ഇറക്കി വെച്ചു. ഫസഹല അലൈക, നിങ്ങൾക്ക് അല്ലാഹു എളുപ്പമാക്കി തന്നു. തബ്ലീഗഹാ ഇലൽ ആദാൻ, എങ്ങനെയാണ് ഈ സന്ദേശം എല്ലാ കാതുകളിലേക്കും എത്തിക്കുക, എല്ലാ കാതുകളിലേക്കും സന്ദേശം എത്തിക്കലിനെ അല്ലാഹു തആല എളുപ്പമാക്കി തന്നു. അതൊരു ഭാരം എളുപ്പമാക്കലാണ്. ഇനിയും ഭാരങ്ങളുണ്ട്. ഫസിഖല അദിയത്തിൽ ഉംയാൻ, അന്ധന്മാരായ ശത്രുക്കള്, അന്ധന്മാരായ മക്കക്കാർ, അവര് മക്ക മാത്രല്ല പ്രദേശത്ത് ചുറ്റുഭാഗത്തുള്ളവരും അവര് നടത്തിയ അതിശക്തമായ പീഡനങ്ങൾ, ആ പീഡനങ്ങളാകുന്ന ഭാരം അത് വലിയൊരു ഭാരമാണ്. ആ ഭാരത്തെ അല്ലാഹു തആല ഇറക്കി വെച്ചു. ഹീന ദഅവതഹും ഇലാ മുനാബദത്തിൽ ഔസാൻ, വിഗ്രഹങ്ങളെ ഒഴിവാക്കാൻ വർജിക്കുന്നതിലേക്ക് നിങ്ങൾ അവരെ ക്ഷണിച്ചപ്പോൾ അവർ അയച്ചുവിട്ട പീഡനങ്ങൾ, ആ പീഡനങ്ങളാകുന്ന ഭാരത്തെ അല്ലാഹു തആല മാറ്റിവെച്ചു. ഫഅയ്യദക അലൈഹിം ബിഅവാൻ, ആ ശത്രുക്കൾക്കെതിരിൽ നബിയെ നിങ്ങളെ അല്ലാഹു തആല അൻസ്വാരികളായ മദീനയിലുള്ള അൻസ്വാരികളായ സ്വഹാബികളെ കൊണ്ട് അല്ലാഹു തആല നിങ്ങളെ സഹായിച്ചു, നിങ്ങൾക്ക് ശക്തി നൽകി. അതുപോലെ മൂന്നാമത്തെ ഭാരം ശരീരത്തിലേക്ക് പ്രയാസമുണ്ടാക്കുന്ന മതനിയമങ്ങളാകുന്ന ഭാരം. അതെന്താ? അത് 5 വക്ത് നിസ്കാരത്തിന്റെ പുറമെ രാത്രി ഉറക്കമൊഴിച്ച് തഹജ്ജുദ് നിസ്കരിക്കണം, അങ്ങനെയുള്ള കൽപ്പന, നോമ്പ് പിടിക്കണമെന്നുള്ള കൽപ്പന, ഇങ്ങനെയുള്ള ഭാരമേറിയ മതനിയമങ്ങളുടെ ഭാരം, ആ ഭാരത്തെയും അല്ലാഹു തആല ഇറക്കി വെച്ച് തന്നു. ഫജഅല ലക ഫീഹാ, അങ്ങനെ അല്ലാഹു തആല ആ മതനിയമങ്ങൾ, ആ മതചേഷ്ടകൾ, അല്ലെങ്കിൽ ആ മതത്തിന്റെ ആരാധനകൾ നിർവഹിക്കുന്നതിൽ അല്ലാഹു തആല നിങ്ങൾക്ക് തന്നു. ഖുർറത്തുൽ ഐൻ, കൺകുളിർമ, വല്ലദ്ദ, ആസ്വാദനവും, വറഗബാൻ, വീണ്ടും വീണ്ടും ആരാധിക്കണമെന്നുള്ള ആഗ്രഹവും തന്നു. അതല്ലേ റസൂലുള്ളാഹി പറഞ്ഞത്? ബുഖാരിന്റെ ഹദീസിലുണ്ട്, ജുഇലത്ത് ഖുർറത്തു ഐനി ഫിസ്സലാഹ്, എനിക്ക് നിസ്കാരത്തിൽ വലിയ കൺകുളിർമ ലഭിക്കുന്നുണ്ട്, നിസ്കാരത്തിൽ വലിയ അനുഭൂതി, സന്തോഷം എനിക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നിസ്കാരത്തിലേക്ക് അങ്ങ് നിന്നാ പിന്നെ റസൂലുള്ളാഹി വേറൊന്നും അറിയൂല. ഇദാ ഹസബഹു, ബുഖാരിന്റെ ഹദീസിലുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ, നബി തങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം, മനസ്സിനൊരു വിഷമം വന്നാൽ, ഒരു ബുദ്ധിമുട്ടായി തോന്നിയാൽ, ഖാമ ഇലസ്സലാഹ്, വേഗം നിസ്കാരത്തിൽ നിൽക്കും. നിസ്കാരത്തിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ മനസ്സിനെല്ലാം പോയി. നിസ്കാരം റസൂലുള്ളാഹിക്ക് അതൊരു മസ്താണ്. അപ്പൊ ആ ഒരു അവസ്ഥ, വഹാദാ മഖാമുൻ യുഅബ്ബിറു അൻഹു സൂഫിയ്യത്തു ബിഹഖീഖത്തിൽ ഈമാൻ, ഈ പറഞ്ഞ പദവി, ഈ പദവിയെ കുറിച്ചാണ് സൂഫികള് യഥാർത്ഥ വിശ്വാസമെന്ന് ഇതിനെ കുറിച്ചാണ് അവര് വിശേഷിപ്പിക്കുന്നത്. ഇതിനെ കുറിച്ച് സൂഫിയാക്കൾക്ക് ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. എത്രയോ നിസ്കരിക്കുക, നേരം വെളുക്കുന്നത് വരെ നിസ്കരിക്കുക, അതിൽ വല്ലാത്തൊരു ആനന്ദവും വല്ലാത്തൊരു ആസ്വാദനവും, അതുപോലെ പകലൊക്കെ നോമ്പ് പിടിക്കാൻ അതിന് വല്ലാത്തൊരു അനുഭൂതിയും സന്തോഷവും. ഈ അവസ്ഥ സൂഫിയാക്കൾക്ക് ഉണ്ടാകുന്ന അവസ്ഥയാണ്. അതിനവർ പറയുക ഹഖീഖത്തുൽ ഈമാൻ എന്നാ പറയുക, വിശേഷിപ്പിക്കുക, യഥാർത്ഥ വിശ്വാസം. ഫകഅന്ന നഅതല്ലദീ
ഈ പറഞ്ഞ സൂക്തത്തിൽ മുതുകിനെ ഞെരുക്കിയ എന്ന് വിശേഷിപ്പിച്ച വിശേഷണം പാപഭാരം എന്ന് ധരിച്ചു പോവാതിരിക്കാനാണ് ഇവിടെ അല്ലദീ അൻഖള ലഹ്റക എന്നുള്ള ഒരു വിശേഷണം, അങ്ങയുടെ മുതുകിനെ ഞെരുക്കിക്കളഞ്ഞ ഭാരം എന്നുള്ള വിശേഷണം അവിടെ നൽകിയത് എന്ന് തോന്നുന്നു. ഖൗലുഹു തആല, അല്ലാഹു പറഞ്ഞ മറ്റൊരു വാക്ക്, ലൈസ ലക മിനൽ അംരി ശൈഉൻ ഔ യതൂബ അലൈഹിം ഔ യുഅദ്ദിബുഹും ഫഇന്നഹും ളാലിമൂൻ. അതെന്താ സംഭവം? ആ ആയത്തിന്റെ ബാഹ്യാർത്ഥം കേട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കുകയാണ് എന്ന് തോന്നും. അതിന് ബാഹ്യാർത്ഥം പറയാം. ലൈസ ലക മിനൽ അംരി ശൈഉൻ, നബിയെ നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒന്നും നിങ്ങൾക്കില്ല, അത് നിങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടതല്ല, നിങ്ങൾക്ക് അതിൽ അവകാശമില്ല. ഔ യതൂബ അലൈഹിം, അല്ലാഹു തആല അവരുടെ മേൽ, ആ ശത്രുക്കളുടെ മേലിൽ അവരുടെ തൗബ സ്വീകരിച്ചേക്കാം, അവർക്ക് പുറത്തു കൊടുത്ത് തൗബ സ്വീകരിച്ചേക്കാം. ഔ യുഅദ്ദിബഹും, അല്ലെങ്കിൽ അവരെ ശിക്ഷിച്ചേക്കാം. ഫഇന്നഹും ളാലിമൂൻ, അവർ അക്രമികളാണ്. ഈ സംഭവം, ഈ ആയത്ത് ഇറങ്ങുന്നത് ഉഹദ് യുദ്ധത്തില്, ഉഹദ് യുദ്ധം എന്ന് പറഞ്ഞാൽ ബദർ യുദ്ധത്തിൽ വൻ വിജയം ലഭിച്ച് അതിശക്തമായി നബി തങ്ങളെ പീഡിപ്പിച്ചിരുന്ന 70 ശത്രുക്കളെ ഒറ്റ യുദ്ധത്തിൽ ഒരൊറ്റ ദിവസം കൊല ചെയ്യപ്പെട്ട യുദ്ധമാണ് ബദർ യുദ്ധം. ആ യുദ്ധത്തിന് ശേഷം തൊട്ടടുത്തുണ്ടായ യുദ്ധമാണ് ഉഹദ് യുദ്ധം. ആ ഉഹദ് യുദ്ധത്തിൽ 70 സ്വഹാബിമാര്, നബി തങ്ങളെ കൂടെയുള്ള മുഅ്മിനീങ്ങളിൽ പ്രഗൽഭരായ 70 ആളുകൾ കൊല ചെയ്യപ്പെട്ടു. മാത്രല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധാരാളം മുറിവായി രക്തം ഒഴുകി. ഇങ്ങനെ ഒരു ദുരവസ്ഥ ആ യുദ്ധത്തിൽ, ഉഹദ് യുദ്ധത്തിൽ ഉണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ചോദിച്ചു, അല്ലാഹുവിനോട് ചോദിച്ചു, ഇവരെ, ഈ ശത്രുക്കളെല്ലാം നശിപ്പിക്കാൻ വേണ്ടി, എല്ലാരെയും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടെ, ദുആ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അല്ലാഹു തആല നബി തങ്ങളോട് പറഞ്ഞ മറുപടിയാണ്, അവരുടെ കാര്യം നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് റോളില്ല, ആ വിഷയത്തിൽ നിങ്ങൾ ഇടപെടണ്ട എന്ന് അല്ലാഹു പറഞ്ഞു. കാരണം എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങൾ അവരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ദുആർക്കണ്ട, പ്രാർത്ഥിക്കണ്ട. കാരണം ആ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത അവിശ്വാസികളിൽ ഭൂരിഭാഗം ആളുകളും പിന്നീട് നല്ല വിശ്വാസികളായി, മുഅ്മിനീങ്ങളായി ദീനുൽ ഇസ്ലാമിലേക്ക് വന്നു. അപ്പൊ അത് കണ്ടിട്ടാണ് അല്ലാഹു പറഞ്ഞത്, ആ വിഷയത്തിൽ നിങ്ങൾ ഇടപെടണ്ട എന്ന് പറഞ്ഞു. ലൈസ ലക മിനൽ അംരി ശൈഉൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു വിഷയം ദുആ ചെയ്യണമെങ്കിലും അല്ലാഹുവിന്റെ സമ്മതം വേണം. അങ്ങനെ തന്നെ വലിയ ഔലിയാക്കന്മാർ, റിഫായി ശൈഖ്, മുഹീദ്ദീൻ ശൈഖ്, ഇങ്ങനെയുള്ള വലിയ മഹാന്മാർക്ക് അള്ളാഹുവിനോടൊരു കാര്യം ആവശ്യപ്പെട്ട് ഒരു വിഷയം, അത് ആ വിഷയത്തിൽ ഇടപെടണമെങ്കിൽ, ഒരു ബലാ ഉയർത്താൻ വേണ്ടി ഇടപെടണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു രോഗം സുഖപ്പെടുത്താൻ വേണ്ടി ഇടപെടണമെങ്കിൽ അവർക്ക് അള്ളാഹുവിന്റെ അനുമതി ലഭിക്കണം. അതാ റസൂലുള്ളാഹി അനുമതി ചോദിച്ചപ്പോ അനുമതി ഇല്ല, വേണ്ട എന്ന് പറഞ്ഞു. ലൈസ ലക മിനൽ അംരി ശൈഉൻ, ഇവിഷയത്തിൽ നിങ്ങൾക്ക് ഒരു കാര്യവും ഇല്ല, നിങ്ങൾ ഇടപെടേണ്ടതില്ല എന്നർത്ഥം. ഔ യതൂബ അലൈഹിം, അല്ലാഹു തആല അവർക്ക് തൗബ സ്വീകരിച്ചേക്കാം, അവരുടെ ഔ യുഅദ്ദിബുഹും, അല്ലെങ്കിൽ അല്ലാഹു അവരെ മറ്റൊരു യുദ്ധത്തിൽ വെച്ച് ശിക്ഷിച്ചേക്കാം. ഫഇന്നഹും ളാലിമൂൻ, അവരിപ്പോൾ അക്രമികളാണ്. ഈ ദിവ്യവാക്യം, ഈ അർത്ഥം വരുന്ന ദിവ്യവാക്യം ജവാബുൽ ലഹു, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു മറുപടി നൽകിയതാണ്.
ഇൻദൽ ഇസ്തിദാൻ നശിപ്പിക്കാൻ വേണ്ടി സമ്മതം ചോദിച്ച സമയത്ത് ഫി ദുആഇ ബിസ്തിസ്വാലിഹിം അവരെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ദുആ ചെയ്യുന്നതിൽ സമ്മതം ചോദിച്ച സമയത്ത് മറുപടി നൽകിയതാണ്. ലാ ലൗമുൻ റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചതല്ല, അതിൽ ആക്ഷേപമൊന്നുമില്ല. ഫമാ അതിന് അല്ലാഹു തആല സമ്മതം കൊടുത്തില്ല. സമ്മതം ചോദിക്കുന്നത് സമ്മതം ഉണ്ടെങ്കിൽ സമ്മതം കൊടുക്കാനാണല്ലോ. സമ്മതം ചോദിക്കുന്നതിന്റെ അർത്ഥം എന്തായാലും സമ്മതം വേണമെന്നല്ല. റസൂലുള്ളാഹി ദൈവം എന്നല്ല, രണ്ട് ദൈവം ഉണ്ടായാലും പ്രശ്നം. റസൂലുള്ളാഹി ദൈവമല്ല, മറിച്ച് അടിമയാണ് അള്ളാഹുവിന്റെ. അള്ളാഹുവിനോട് സമ്മതം ചോദിച്ച് അള്ളാഹുവിന് ഇഷ്ടമാണെങ്കിൽ സമ്മതം കൊടുക്കും. സമ്മതം കൊടുക്കുന്നതിൽ നന്മ ഇല്ലെങ്കിൽ സമ്മതം കൊടുക്കൂല. ഫഫാസ ജുല്ലുഹും ബിൽ ഈമാൻ അങ്ങനെ അവർ ഭൂരിഭാഗവും വിജയിച്ചു. ബിൽ ഈമാൻ യഥാർത്ഥ വിശ്വാസം കൊണ്ട്, ഈമാൻ കൊണ്ട് വിജയിച്ചു. ചുരുക്കത്തിൽ ഫൽ കലാമുൽ മൂഹിമു ഫീ സയ്യിഅത്തുൽ മുഖറബി ഹുമില അലാ ദാലികൽ മുതഖയ്യലി വഹാൻ ആകയാൽ ദിവ്യ സാമീപ്യം ലഭിച്ച ഇഷ്ടദാസന്മാർക്ക് മാത്രമായി ഗണിക്കപ്പെടുന്ന തിന്മ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന പ്രസ്താവനകള് പാപമില്ലാതെ ഉണ്ടെന്ന് ഭാവിക്കപ്പെട്ട പാപമാണെന്ന് വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ്. പാപമില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചു വെച്ചു, എനിക്ക് പാപമുണ്ട്. നമ്മൾ വിശദമായിട്ട് പറഞ്ഞത് അങ്ങനെ റസൂലുള്ളാഹി ധരിച്ചു വെച്ച പാപമില്ലാതെ പാപമുണ്ടെന്ന് റസൂലുള്ളാഹിക്ക് തോന്നിയ ആ വിചാരിച്ച പാപം, വിചാരത്തിൽ മാത്രമുള്ള പാപം, ആ പാപ്പാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് വെക്കണം. എന്നല്ലാതെ നബിത്തങ്ങൾക്ക് പാപമുണ്ട് എന്നല്ല. ഉദാഹരണമായി റസൂലുള്ളാഹി എല്ലാ ദിവസവും 100 പ്രാവശ്യം പൊറുക്കലിനെ തേടി എന്നൊക്കെ പറഞ്ഞ ആ ഹദീസുകൾ, അതിന്റെ അർത്ഥം റസൂലുള്ളാഹി വിചാരിച്ച പാപത്തെ തൊട്ട് പാപമുണ്ട് എന്ന് ധരിച്ച പാപം, പാപമല്ല യഥാർത്ഥത്തിൽ. വതക്ഫീക ഹുജ്ജതൻ അലാ ഇസ്മതിഹി മിൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടദാസന്മാർക്ക് ഉണ്ടാകുന്ന പാപം പോലും ഇല്ല, അതിൽ നിന്ന് പോലും പാപ സുരക്ഷിതരാണ് എന്നതിനിക്ക് നിനക്ക് തെളിവ് മതിയാക്കി തരും. അൽ ആയത്താൻ മേൽ പറഞ്ഞ 2 ആയത്ത്. ഏതാ മേൽ പറഞ്ഞ 2 ആയത്ത്? ഒന്ന് സൂറത്തുൽ ഖലം നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മുതൽക്ക് തുടങ്ങി വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം വരെയുള്ള ആയത്ത്. മറ്റൊന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, മറ്റൊന്ന് വ ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. അത് വ ഇന്നമാ ഉമിറ ബിൽ ഇസ്തിഗ്ഫാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊറുക്കലിനെ തേടാൻ കൽപ്പിക്കപ്പെട്ടു. പാപമില്ലെങ്കിലും പൊറുക്കലിനെ തേടാൻ നബി തങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. വസ്തഗ്ഫിർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലിദംബിക നിങ്ങൾ ധരിച്ചു വെച്ച പാപമുണ്ട് എന്ന് നിങ്ങൾ ധരിച്ചു വെക്കുന്ന ആ പാപത്തിനായി നിങ്ങൾ പൊറുക്കലിനെ തേടുക. എന്താ അതിനെന്തിനാ പൊറുക്കലിനെ തേടുന്നത്? അത് മറ്റുള്ളവർക്ക് പാടാകാൻ. വഇന്നമാ ഉമിറ ബിൽ ഇസ്തിഗ്ഫാരി അനിൽ മുതഖയ്യലി പാപമില്ലാതെ തന്നെ ഉണ്ടെന്ന് ധരിച്ചു വെച്ച പാപം, ആ പാപത്തിൽ നിന്നും പൊറുക്കലിനെ തേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കപ്പെട്ടു. എല്ലാ ദിവസവും 70 പ്രാവശ്യം അല്ലെങ്കിൽ 100 പ്രാവശ്യം പൊറുക്കലിനെ തേടി നബി തങ്ങൾ ലിയഖ്തദിയ ബിഹിൽ ആസിൽ ഹസ്നാൻ പാപം യഥാർത്ഥത്തിൽ പാപമുണ്ടാവുകയും ഖേദിക്കുകയും ചെയ്യുന്ന ആള് അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തുടരാൻ വേണ്ടി, പൊറുക്കലിനെ തേടുന്ന വിഷയത്തിൽ തുടരാൻ വേണ്ടി വഖസ്സബതത്തിൽ ഇസ്മത്തുൽ ജമീഉൽ അംബിയാഇൽ ഹുസാൻ പരിശുദ്ധരായ എല്ലാ അംബിയ മുർസലീങ്ങൾക്കും എല്ലാ പ്രവാചകന്മാർക്കും പാപ സുരക്ഷ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഹത്താ മിൻ ഖിലാഫിൽ ഔല ശർഈൽ മുഹാൻ
ശരീഅത്തിന്റെ നിയമമനുസരിച്ച് മോശമായി കാണുന്ന അനുചിതമായ കാര്യം ഖിലാഫുൽ ഔല എന്ന് പറയുന്ന അനുചിതമായ കാര്യം കറാഹത്തിനേക്കാളും ചോടയുള്ള കറാഹത്തിനോട് തൊട്ടടുത്തതും അതിന്റെ ചോടയുമുള്ള ഒരു മോശപ്പെട്ട കാര്യത്തിനാണ് ഖിലാഫുൽ ഔല എന്ന് പറയുക. ആ ഖിലാഫുൽ ഔല പോലത്തെ കാര്യങ്ങളിൽ നിന്ന് വരെ മുഴുവൻ പ്രവാചകന്മാരും സുരക്ഷിതരാണ്, പാപ സുരക്ഷിതരാണ് എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ പാപ സുരക്ഷയുണ്ട്. കാരണം വല്ലുഗവിയു ഭാഷാർത്ഥത്തിലുള്ള അനുചിതമായ കാര്യം എന്ന് പറഞ്ഞാൽ ഐ ഖിലാഫുൽ അൽയഖബി കമാലിഹിം ഫിൽ ലിസാൻ, അംബിയ മുർസലീങ്ങൾ അവരുടെ സ്ഥാനത്തിൽ അവർ ഓരോരുത്തരുടെയും സ്ഥാനത്തുള്ള വലിയ ആ നന്മയിലുള്ള സമ്പൂർണതയോട് യോജിക്കാത്ത കാര്യം. ഭാഷാർത്ഥത്തിലുള്ള ഖിലാഫുൽ ഔല എന്ന് പറഞ്ഞാൽ അതാണ്. വല്ലുഗവിയു ലുഗവിയായ ഖിലാഫുൽ ഔല ശരീഅത്തിൽ തൃപ്തികരമല്ലാത്ത അനുചിതമായ കാര്യങ്ങൾ അംബിയ മുർസലീങ്ങൾക്ക് ഇല്ല എന്നത് ശരിയാണ്. പക്ഷേ ഭാഷാപരമായി അനുചിതമെന്ന് പറയപ്പെടുന്നത്, അതായത് നന്മയിൽ അവരുടെ സമ്പൂർണതയ്ക്ക് യോജിക്കാത്ത കാര്യത്തെയാണ് ദിവ്യ സാമീപ്യം ലഭിച്ചവർ ഖേദത്തോടെ പാപമായി ഗണിക്കുന്ന കാര്യം. ആ കാര്യം അംബിയ മുർസലീങ്ങൾക്ക് ഉണ്ടാവാം, റസൂലുള്ളാഹിക്ക് ഉണ്ടാകൂല. വല്ലദീ യഅുദ്ദുൽ മുഖറബൂന സയ്യിഅതൻ ബിഅശ്ജാൻ, അതാണ് ദിവ്യ സാമീപ്യം ലഭിച്ചവര് അവരുടെ പാപമായി ദുഃഖത്തോടെ അവർ കാണുന്നത്. ഫയതൂബൂന മിൻ തൗബത്തുൽ ബക്കാഇൽ അസ്വാൻ, വളരെ ഖേദിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവര് ആ ചെറിയ കാര്യത്തെ തൊട്ട് പശ്ചാത്തപിക്കുകയും ചെയ്യും. ഭാഷാപരമായ അനുചിതമായ കാര്യം അവരിൽ നിന്ന് സംഭവിച്ചാൽ അതിൽ നിന്ന് വരെ അവർ തൗബ ചെയ്ത് മടങ്ങും. എന്തിനാണ് അവർ തൗബ ചെയ്യുന്നത്? ലിയുഹഖിഖ അല്ലാഹു ബിഹി ഉബൂദിയ്യതഹും, അല്ലാഹു തആല അവരുടെ ദാസ്യത്തെ അല്ലാഹു തആല സാക്ഷാത്കരിക്കാൻ വേണ്ടി, അവരുടെ ദാസ്യം അല്ലാഹു തആല പ്രകടിപ്പിക്കുവാൻ വേണ്ടി, അടിമത്വം പ്രകടിപ്പിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടി, വയുഅല്ലിമന സമുദായമാകുന്ന നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയും, വഖാമത്തുൽ ഇസ്യാൻ പാപത്തിന്റെ ഗൗരവം, വസബീലുർ റുജ്ആൻ അഥവാ പാപം സംഭവിച്ചാൽ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിക്കുന്ന രൂപവും രീതിയും. വഇലാ ഹാദാ, ഈ പറഞ്ഞ വ്യാഖ്യാനത്തിലേക്ക്, ഈ പറഞ്ഞ അപഗ്രഥനത്തിലേക്ക് തഊലുൻ നുസൂസ്, ശർഈയായ ഖുർആനിലും ഹദീസിലും വന്ന പ്രസ്താവനകൾ ഈ വിവരിച്ച അപഗ്രഥനത്തിലേക്ക് മടങ്ങും. വഇൻ ലവാഹൽ മുബ്തദിഉൽ ളന്നാൻ, തെറ്റിദ്ധരിച്ചവനായ പുത്തൻവാദി ആ ഖുർആനിലും ഹദീസിലുമുള്ള പ്രസ്താവനകളെ വളച്ചൊടിക്കുന്നുണ്ടെങ്കിലും, ഇനി ചെറിയൊരു കവിതയാണ്. മുറാദി യാ മുറാദി യാ മുറാദി മുറാദി അഫ്ളൽ ഖൽഖി മുറാദി, സൃഷ്ടികളിൽ അത്യുത്തമരായ എൻ ഗുരുവേ എന്റെ കാര്യം ശ്രദ്ധിക്കണേ എന്നർത്ഥം. വശുഖ ഫുആദുഹു ഫഹുമീത മിൻഹു ബിഗസ്ലിൻ മുൽഗത്തുൻ സൗദാഉ ദാഉ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറ്റു അംബിയ മുർസലീങ്ങൾക്കില്ലാത്ത വിധത്തില് സമ്പൂർണമായ പാപസുരക്ഷ ഉണ്ടാവാൻ ഒരു കാരണമുണ്ട്. ആ കാരണമാണ് ഈ കവിതയിൽ പറയുന്നത്. തുടക്കത്തിൽ വശുഖ ഫുആദുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയം പിളർത്തപ്പെട്ടു. മുല കുടിച്ചുകൊണ്ട് ചെറിയ കുട്ടിയായി ഹലീമ ബീവിയുടെ കൂടെ കഴിയുന്ന സമയത്ത് ഉണ്ടായ സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയം പിളർത്തപ്പെട്ടു. ഫഉമീത മിന്നു ബിഗസ്ലിൻ,
മുദ്ഗത്തുൻ സൗദാഉദാഉ. അങ്ങനെ ഹൃദയത്തെ കഴുകിക്കൊണ്ട് ഹൃദയത്തിൽ നിന്ന് കറുത്ത ഒരു മാംസപിണ്ഡത്തെ അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. ദാഉ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത് രോഗമല്ല, പക്ഷേ സാധാരണ ജനങ്ങൾക്ക് ആത്മീയമായ രോഗമുണ്ടാക്കുന്ന ഒരു മാംസപിണ്ഡമാണ് അത്. കാരണം ആ മാംസപിണ്ഡത്തിലാണ് പിശാച് വന്ന് ദുർബോധനം നടത്തുന്നതും തെറ്റായ ദുസ്വഭാവങ്ങളിലേക്ക്, തെറ്റായ കാര്യങ്ങളിലേക്ക് മനുഷ്യൻ പോകുന്നത് ഹൃദയത്തിന്റെ ആ ഭാഗം ഉണ്ടായത് കൊണ്ടാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നീക്കിയില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെറ്റിലേക്ക് പോകില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമ്പൂർണതയ്ക്ക് വേണ്ടി അത് നീക്കുകയും ആ നീക്കിയ സംഭവം ആലോകരെല്ലാം അറിയുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംശുദ്ധരാണെന്ന്. എന്നിട്ട് വലാ അമഹു യദുറൂഹിൽ അമീനി വനീത ബിസ്സറായിറു വസ്സകാഉ വലാ അമഹു. ആ ഹൃദയം കീറി പൊളിച്ച ശേഷം വിശുദ്ധാത്മാവായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ ഹൃദയത്തെ തുന്നിച്ചേർത്തു. വനീത ബിസ്സറായിറു വസ്സകാഉ. എന്നിട്ട് ആ കീറിപ്പൊളിച്ച ഹൃദയത്തില് ദിവ്യ രഹസ്യങ്ങളും വിശുദ്ധിയും ആ ഹൃദയത്തിൽ ചേർക്കപ്പെടുകയും ചെയ്തു. وقد ختم الأمين بختم نوري عليه فلم يفض ولا يساء. വിശുദ്ധാത്മാവായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ അങ്ങനെ പ്രകാശത്തിന്റെ സീല് വെച്ചു. ഫലം യുഫല്ലാ. ആ സീല് ഒരിക്കലും പൊളിക്കപ്പെടൂല, നീക്കം ചെയ്യപ്പെടുകയില്ല. വലാ യുസാഉ. ആ സീല് മലിനമാക്കപ്പെടുകയുമില്ല, അല്ലെങ്കിൽ ആ ഹൃദയം മലിനമാക്കപ്പെടുകയുമില്ല. وآلف نسكه طفلا نجيبا وحب إليه للنسك الخلاء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ശിശുവായിരുന്ന സമയത്ത് തന്നെ ദിഷണയോട് ആരാധനയോട് അവിടുന്ന് ഇണങ്ങിച്ചേർന്നു. ആരാധനയോട് അവിടുന്ന് ഇണങ്ങിച്ചേർന്നു. തുഫുലൻ നജീബ. ദിഷണയോടെയുള്ള കുട്ടിയായിരുന്ന സമയത്ത് വഹബ്ബ ഇലൈഹി ലിന്നുസ്കിൽ ഖലാഉ. ആരാധനക്കായി, അല്ലാഹുവിനു മാത്രമുള്ള ആരാധനക്കായി തിരുനബിയിലേക്ക് വിജനമായ സ്ഥലം, ആരുമില്ലാത്ത വിജനമായ സ്ഥലം നബി തങ്ങൾക്ക് ഇഷ്ടമായി. അവിടെ വെച്ചായി പിന്നീട് ആരാധന. അതാണല്ലോ ഹിറാ ഗുഹയിൽ പോയി അവിടുന്ന് മാസങ്ങളോളം ഇരുന്നത്. ഫയൻഷതു ലിൽ ഇബാദത്തി കുല്ലു ഉദ്വി. അതുകൊണ്ട് തന്നെ എല്ലാ അവയവങ്ങളും, തിരുനബിയുടെ മുഴുവൻ അവയവങ്ങളും ആരാധനക്കായി ഉന്മേഷം കാണിക്കുന്നു. ഇദാ മാ ഹല്ല ഫിൽ ഖൽബി ഇഹ്തിദാഉ. ഹൃദയത്തില് ഹിദായത്ത്, സന്മാർഗം, ദിവ്യദർശനം ഹൃദയത്തിലേക്ക് ലഭിച്ചാല് ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും ആരാധനയിൽ ഉന്മേഷം കാണിക്കും. ലിമബ്അസിഹി അതാ ഹറസൻ ശിഹാബു ഫൻഷുബിൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം പ്രഖ്യാപനത്തിന്റെ സമയമായപ്പോൾ അവിടുത്തേക്ക് ദിവ്യ സന്ദേശം വരുന്ന വഴിയാണ് ആകാശം. ആകാശത്തിൽ നിന്നാണ് തിരുനബിക്ക് ദിവ്യ സന്ദേശം എത്തുന്നത്. ലിമബ്അസിഹി, അവിടുത്തെ
പ്രവാചകത്വ നിയോഗത്തിന്റെ സമയമായപ്പോൾ അതാഹറസൻ ദിവ്യ സന്ദേശത്തിന്റെ വഴിയായ ആകാശത്തെ കാക്കാൻ വേണ്ടി, അതിനെ നിരീക്ഷിക്കാൻ വേണ്ടി കാവൽ ഭടന്മാരായി അല്ലാഹു തആല വാൽ നക്ഷത്രങ്ങളെ നിയോഗിച്ചു. അതാ അതാശിഹാബു വാൽ നക്ഷത്രങ്ങള് വരികയുണ്ടായി. ഫാൻ ഷുഹുബിൻ ഹവത് അവിടെ ഇറങ്ങി വന്ന വാൽ നക്ഷത്ര വ്യൂഹത്തിന്റെ കാരണത്താൽ ആകാശം വാൽ നക്ഷത്രങ്ങളാൽ നിറഞ്ഞുപോയി. എന്താ ഈ വാൽ നക്ഷത്രം ചെയ്തത്? ഫതതുറുദു അൻ മഖാഇദ ജിന്ന സമീ കദിബാനി യുതാരിദുഹ റുആഉ. ഒന്നാം ആകാശത്തിന്റെ അടുത്ത് വരെ, ഒന്നാം ആകാശത്തിന്റെ തൊട്ടടുത്ത് വരെ, കവാടത്തിങ്കൽ വരെ പിശാചുക്കൾ ജിന്ന് പോയി ഇരിക്കുമായിരുന്നു. കാരണം അതിന്റെ അപ്പുറത്ത് മലായിക്കത്ത് ദിവ്യ സന്ദേശങ്ങളെ കുറിച്ച് പറയുകയും അവര് സംസാരിക്കുകയും ഭൂമിയിൽ നടക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് അവര് പറയുകയും ചെയ്യുന്നത് ഖുർആനിനെ കുറിച്ച് കേൾക്കാൻ വേണ്ടിയൊക്കെ, കട്ട് കേൾക്കാൻ വേണ്ടി ജിന്നുകള് പിശാചുക്കള് പോയി ഇരിക്കാറുണ്ട്. അവരെ ആട്ടാൻ വേണ്ടിയാണ് അല്ലാഹു തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടാൻ സമയമായപ്പോ അല്ലാഹു തആല വാൽ നക്ഷത്രങ്ങളെ വിട്ടത്. ഫതതുറുദു ആ വാൽ നക്ഷത്രങ്ങൾ ആട്ടിയോടിക്കും. അൻ മഖാഇദ ജിന്ന സമീ ദിവ്യ സന്ദേശം, മലക്കുകളുടെ സംസാരം ശ്രദ്ധിച്ച് കേൾക്കുന്ന ജിന്നുകളെ അവരുടെ ഇരിപ്പിടങ്ങളിൽ നിന്നും ആട്ടിയോടിക്കും. കദിബാനിൻ ചന്നായകളെ പോലെ അവർ ഓടും. ആ ചന്നായകളെ ആട് മേക്കുന്ന ആട്ടിടയന്മാര് ആടിന്റെ അടുത്തേക്ക് വരുന്ന ചന്നായകളെ ആട്ടിയോടിക്കുന്നത് പോലെ ഈ വാൽ നക്ഷത്രങ്ങൾ പിശാചുക്കളെയും ജിന്നുകളെയും ആട്ടിയോടിക്കും. മഹത്ത് ആയൽ കഹാനത്തി ആയു വായുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രവാചകരായി നിയോഗിക്കപ്പെട്ട് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നതിന്റെ തൊട്ട് മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നു? അന്നുമുണ്ടായിരുന്നു സൂക്തങ്ങൾ. പക്ഷേ അന്നത്തെ സൂക്തങ്ങള് ജ്യോത്സ്യന്മാരുടെ സൂക്തങ്ങളായിരുന്നു, ജ്യോത്സ്യ സൂക്തങ്ങളായിരുന്നു. ജ്യോത്സ്യന്മാർ അവര് ഒരു കാര്യം അവരോട് ചെന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ ആ ജ്യോത്സ്യന്മാര് അവരുമായി ബന്ധമുള്ള ആളുകൾക്ക് അവരിങ്ങനെ പ്രാസമത്വ വാക്കുകളിലൂടെ അവർ സന്ദേശം ഇങ്ങനെ പറയും. പ്രാസമത്വ വാക്കുകളിലൂടെ ഇങ്ങനെ പറയും. അതുപോലെ ജിന്നുകളെ സേവിച്ചുകൊണ്ട് നടന്നിരുന്ന ജിന്ന് സേവകന്മാരുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരാളാണ് ആര്? റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് വന്ന സവാദ് ഇബ്നു ഖാരിബ് റളിയല്ലാഹു അൻഹു ജിന്നിനെ സേവിച്ച ആളായിരുന്നു. അദ്ദേഹത്തിലേക്ക് ജിന്നിങ്ങനെ പ്രാസമത്വ വാക്കിലൂടെ നിർദ്ദേശം നൽകുമായിരുന്നു. അങ്ങനെ നല്ലൊരു ജിന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ജിന്നിന്റെ നിർദ്ദേശം കിട്ടിയിട്ടാണ് പ്രാസമത്വ സൂക്തങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ആ 2-3 രാത്രി ഉപദേശിച്ച് ആ ഉപദേശത്തിലൂടെയാണ് റസൂലുള്ളാഹിനെ മനസ്സിലാക്കി വിശ്വസിച്ചത്. ഒറ്റപ്പെട്ട ജിന്നുകൾ അങ്ങനെ ഉണ്ടായിരുന്നു, അധിക ജിന്നുകളും മോശപ്പെട്ട ജിന്നുകളായിരുന്നു. ഏതായാലും വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് ജ്യോത്സ്യ സൂക്തങ്ങൾ ഉണ്ടായിരുന്നു, ജ്യോത്സ്യന്മാരുടെ പ്രാസമത്വ സൂക്തങ്ങൾ ഉണ്ടായിരുന്നു. ആ സൂക്തങ്ങളൊക്കെ നാമാവശേഷമായി വിശുദ്ധ ഖുർആനിന്റെ സാരവത്തായ സൂക്തങ്ങൾ അങ്ങ് ഇറങ്ങിയപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരിക്കലും ഒരു വാക്കും, ഒരു സാഹിത്യവാക്കും, അറബി സാഹിത്യം ഒന്നും ആരുണ്ടാക്കിയതും കിടപിടിക്കാത്ത വലിയ സാഹിത്യത്തിലുള്ള വിശുദ്ധ ഖുർആൻ ഇറങ്ങിയതോടുകൂടെ എല്ലാം തേജുമാജ് പോയി. മഹത്ത് ആയൽ കഹാനത്തി ജ്യോത്സ്യന്മാരുടെ സൂക്തങ്ങളെ മായ്ച്ചു കളഞ്ഞു.
ആയു വഹീ ദിവ്യ സന്ദേശത്തിന്റെ സൂക്തങ്ങൾ, വായുൽ വഹീ ദിവ്യ സന്ദേശത്തിന്റെ സൂക്തങ്ങൾ, ലൈസലഹൻ മിഹഊ അവക്ക് ഒരിക്കലും മാഞ്ഞു പോവേണ്ട ഗതിയില്ല, ശാശ്വതമായി അന്ത്യനാൾ വരെ അതിവിടെ നിലനിൽക്കുന്നതാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാൻ സംരക്ഷിച്ച് നമ്മുടെ ദോഷങ്ങളെല്ലാം അല്ലാഹു പുറത്തു തരട്ടെ. നമ്മളെ അല്ലാഹു തആല അവന്റെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ.